പാലക്കാട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. വിജയിച്ചെന്ന് മാത്രമല്ല വൻ ഭൂരിപക്ഷം. തോൽവിയെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ വി.ഡി. സതീശന്റെ നേതൃസ്ഥാനത്തിന് പോലും ഇളക്കം തട്ടുമായിരുന്നു. സതീശനും ഷാഫിയും രാഹുലും ചേർന്ന പുതിയ അച്ചുതണ്ടിനെതിരെ വാളോങ്ങിയിരുന്നവർക്ക് തൽക്കാലം നിശബ്ദരാകേണ്ടി വരും. വരത്തൻ സ്ഥാനാർത്ഥി എന്ന വിമർശനത്തിന് ബാലറ്റിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടം മറുപടി കണ്ടെത്തി. ഫലത്തിൽ ചേലക്കരയിലെ പരാജയത്തിന് മറയിടാൻ പാലക്കാട്ടെ വലിയ ഭൂരിപക്ഷത്തിന് കഴിയും. നേരിട്ട പ്രതികൂല ഘടകങ്ങളെയെല്ലാം മറികടന്നാണ് പാലക്കാട്ടെ വിജയം. പി സരിന്റെ കൂറുമാറ്റവും കള്ളപ്പണ ആരോപണവും ഇരട്ട വോട്ട് വിവാദവും അടക്കം അതിജീവിച്ചു. ഒരു പരിധിവരെ ഈ വിവാദങ്ങളെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റിയെന്നതാണ് മുന്നണി നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ വിജയം. പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും കൂട്ടായ ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക. കോൺഗ്രസിന്റെ പതിവ് ശൈലിയല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കണ്ടത്. മിനിറ്റുകൾക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം, മുന്നണിയുടെ ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിൽ വരെ ഈ ആസൂത്രണം പ്രകടമായി. ഒടുവിൽ വോട്ടെടുപ്പിനടുത്ത ദിവസങ്ങളിൽ സന്ദീപ് വാര്യരെ കൂറുമാറ്റി കോൺഗ്രസിന്റെ വമ്പൻ സസ്പെൻസ്. പരാജയപ്പെട്ടെങ്കിലും ചേലക്കരയെന്ന ഇടതുകോട്ട പിടിക്കാൻ വലിയ സന്നാഹമാണ് കോൺഗ്രസ് ഒരുക്കിയത്. മുന്നണി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള പ്രചരണം തോൽവിയെങ്കിലും ഭാവിയിൽ നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വി.ഡി. സതീശനായിരുന്നു മുഖ്യ ആസൂത്രകൻ. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലും മുന്നണിയിലും കൂടുതൽ കരുത്തനാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് സതീശനെന്ന ഉത്തരത്തിനൊപ്പം നിൽക്കാൻ ആളുകൂടും. മാസങ്ങൾക്കപ്പുറം നടക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കലാണ് ഇനി അടുത്ത വെല്ലുവിളി. മുന്നണി നേതൃത്വം കാട്ടുന്ന ആർജവത്തിനൊപ്പം പാർട്ടി എത്തുന്നില്ലെന്ന വിമർശനമായിരിക്കും ഇനി ഉയരുക. ഫലത്തിൽ വി.ഡി. സതീശന് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തിപരമായ നേട്ടം കൂടിയാവുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.